അങ്ങനെ കുറേ നാളത്തെ മഴയവധിയൊക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് പോകുന്നൊരു വീഡിയോ ആണിത്. ഞാൻ സ്ഥിരം പോകുന്നൊരു ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബസ് ഉണ്ടോ ഇല്ലയോ ഞാൻ സ്റ്റാൻഡിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവരൊരു കൺഫർമേഷൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പോകുന്ന റൂട്ടൊക്കെ വെള്ളമായതുകൊണ്ട് ഇനി എങ്ങാനും ബസ് എടുത്തില്ലെങ്കിലോ എന്ന് ഓർത്ത് ചേട്ടായി പറഞ്ഞു വന്നാൽ ഞാൻ കൊണ്ടാക്കാമെന്ന്. അങ്ങനെ നമ്മളിത് തണ്ണീർമുഖം വണ്ടൊക്കെ എത്തി. നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ട് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു മാസത്തോളമായി കേട്ടോ. ഞാൻ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി. വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നും സമയം കിട്ടിയില്ല. ഈ റൂട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ടാട്ടോ. ഇത് കല്ലറ നീണ്ടൂർ റൂട്ടാണ്. അപ്പുറം ഇപ്പുറമൊക്കെ എപ്പോഴും പാടവും പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമാട്ടോ. അവിടെയൊക്കെ നല്ല വെള്ളമായിരുന്നു. അപ്പോൾ പോണ വഴിയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. സ്റ്റിൽ ഇപ്പോഴും പല സ്ഥലങ്ങളും പകുതിയും വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ പെട്ടെന്ന് വെള്ളം ഇങ്ങനെ പൊങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഇവിടേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം മഴയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മുടക്കാലി ഷാപ്പ് പകുതിയും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ അത്യാവശ്യം ഒന്ന് നിന്ന് കഴിഞ്ഞാൽ 1-2 ആഴ്ചക്കുള്ളിൽ വെള്ളമൊക്കെ ഇറങ്ങുവേ. പോകുന്ന വഴിക്ക് നിറയെ അമ്പല് വിരിഞ്ഞിരിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്ത് ഭംഗിയായിരുന്നെന്നറിയോ. ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിനി സമയം നമ്മൾ ലേറ്റ് ആകുമല്ലോ കോളേജിലെത്താന്ന് ഓർത്ത് നമ്മളിങ്ങനെ നിന്നില്ല. ഇവിടെയൊക്കെ കുറച്ച് അമ്പലമുള്ളെങ്കിൽ അങ്ങോട്ട് പോകും തോറും നല്ല രീതിയിൽ അമ്പല് പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളിതേ പാല എത്താറായി. വെളുപ്പിനെ എണീറ്റുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് നോക്കി അവസാനം പാലേന്ന് കേട്ടോ കഴിച്ചത്. പാലേന്ന് ഭരണങ്ങാനത്തേക്ക് പോകുന്ന ആ റൂട്ടിൽ തന്നെ സൈഡിലുള്ള ഒരു ഹോട്ടലാണ്. ഹിമാലയാണെന്ന് തോന്നുന്നു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അടിപൊളി മസാല ദോശയായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളിതേ സമയത്ത് തന്നെ കോളേജിലെത്തി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.